PT കോർ ആണോ അതോ സെൽഫ് ആണോ സ്കോർ കയറാൻ എളുപ്പം എന്ന് ചോദിച്ചിട്ട് ഒരു 2 വർഷം മുന്നേ തന്നെ ഒരുപാട് കുട്ടികൾ എന്നെ കാനഡയിൽ നിന്ന് വിളിക്കാറുണ്ടായിരുന്നു. അന്ന് ഞാൻ സെൽഫ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ കുട്ടികളോട് പറയായിരുന്നു നിങ്ങൾ PT കോർ ചൂസ് ചെയ്യേണ്ട, കാരണം അതിന് മാർക്ക് കയറാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ആൻഡ് ഒരിടയ്ക്ക് PT കോറിന് ഇടയ്ക്ക് മാർക്കൊക്കെ കയറുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നെ 2 ദിവസം മുന്നേ കാനഡയിൽ നിന്ന് ഒരു പയ്യൻ വിളിച്ചാണ്. അവൻ 3 തവണ PT കോർ എക്സാം എഴുതി. ആൻഡ് അതിൽ 2 തവണ അവൻ PT കോർ എക്സാം എഴുതിയിട്ട് റീവാലുവേഷൻ കൊടുത്തപ്പം ഒരു വലിയ ഡിഫറൻസ് ആണ് അവന് വന്നേക്കുന്നത്. ഞാൻ ജസ്റ്റ് എൻ്റെ സ്കോർ കാർഡ് കാണിച്ചു തരാം. സാധാരണ നമ്മൾ റീവാലുവേഷൻ കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ടാസ്കിലോ അല്ലെങ്കിൽ 2 ടാസ്കിലോ ചെറിയ വ്യത്യാസമേ വരത്തുള്ളൂ. ഒന്നെങ്കിൽ 2-3 മാർക്ക് കൂടുകയോ കുറയുകയോ ചെയ്യുക. പക്ഷേ ഇവന് എല്ലാ ടാസ്കിനും മാർക്ക് കൂടി. ആൻഡ് ലിസ്ണിങ്ങിന് 11 മാർക്കിൻ്റെ വ്യത്യാസമാണ് വന്നത്. റൈറ്റിങ്ങിന് എനിക്ക് തോന്നുന്നത് 7 മാർക്കിൻ്റെ വ്യത്യാസമാണ്. സ്പീക്കിങ്ങിന് 9 മാർക്ക് ആൻഡ് റീഡിങ്ങിന് 4 മാർക്ക്. അതായത് എല്ലാ ടാസ്കിനും വ്യത്യാസം, അതായത് വലിയ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് അവൻ രണ്ടാമത് എഴുതിയ എക്സാമിനും വ്യത്യാസം വന്നിരിക്കുന്നു ആൻഡ് മൂന്നാമത് എഴുതിയേക്കുന്ന എക്സാമിനും വ്യത്യാസം വന്നു. സോ സ്റ്റിൽ PT കോർ ആണോ സെൽഫ് ആണോ എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ സെൽഫ് തന്നെ നിങ്ങളടുത്ത് പറയത്തുള്ളൂ. സെൽഫ് എന്നുള്ളൊരു എക്സാം നേരത്തെ കാനഡയിലേക്കുള്ള വിസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ഓസ്ട്രേലിയയിലേക്കുള്ള ഇമിഗ്രേഷൻ വേണ്ടിയിട്ട് DHC അത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഓസ്ട്രേലിയയിലേക്ക് ഉള്ള ഇമിഗ്രേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എക്സാം എഴുതാം. ഇനി അവരുടെ നെക്സ്റ്റ് ന്യൂസിലാൻഡ് ആണ് നോക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ന്യൂസിലാൻഡിലേക്കുള്ള ഇമിഗ്രേഷന് വേണ്ടിയിട്ടും അതിന് ഉടനെ തന്നെ അപ്രൂവൽ കിട്ടും. അപ്പോൾ ഇപ്പം നമ്മൾ ജാനമൻ അക്കാഡമിയിൽ സെൽഫ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ്, പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ജാനമൻ അക്കാഡമിയുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആൻഡ് സെൽഫ് ടെസ്റ്റ് എന്താണ്, അതെങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് എന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ പ്രൊക്യൂർ PTയുടെ യൂട്യൂബ് ചാനലിൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.